നമ്മളെന്തിന് മരിക്കാതിരിക്കണം, ജീവിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് പർപ്പസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരാശയാണ്. അതൊരു ജയിച്ച വ്യക്തിയുടെ ഒരു പേഴ്സ്പെക്ഷനാണത്. ജീവിതം വളരെ പ്രീഷ്യസ് ആണ്, യാതൊരു സംശയമില്ല. അതേസമയം ഒരു തോറ്റ വ്യക്തി ഞാനെന്തിനു മരിക്കാതിരിക്കണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരം വേണം. രണ്ടാമത്തേത്, ഞാനെന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, വാട്ട് ഈസ് മൈ ബെനിഫിറ്റ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സർവൈവൽ ആൻഡ് പ്രൊക്രിയേഷൻ. ഈ സർവൈവലിനെതിരാണ് ചിലപ്പോഴൊക്കെ സാക്രിഫൈസ് വരിക. എനിക്ക് തിന്നാനുള്ള ഫുഡ് ഞാൻ മാറ്റി വെച്ചിട്ട് പട്ടിണി കിടന്നിട്ടാണ് ആഭരണം കൊടുക്കുന്നത്. അപ്പം അതും പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. ഞാനെന്തിനെ ത്യാഗം ചെയ്യണം, ഞാനെന്തിനെ ആത്മഹത്യ ചെയ്യാതിരിക്കണം. പിന്നെ വളരെ നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് പിൻവാങ്ങലാണ് മരണം എന്നുള്ള കൺസെപ്റ്റ്. ആ വാക്കിനോടും പ്രയോഗത്തോടും വളരെ അതിന് ഞാൻ തഗ് പൂവ് എന്നൊക്കെ പറയാമല്ലോ, ഒരു പൂവും കൈവിട്ട്. അതേസമയം അവിടെയുള്ളൊരു ഫിലോസഫിക്കൽ ഡിലമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് മക്കളിലൂടെ ഈ വ്യക്തി രണ്ടാമത് ജനിക്കുകയാണ് എന്നുള്ള പുനരുജ്ജീവനത്തിൻ്റെ ഏറ്റവും കലാത്മകമായ വ്യാഖ്യാനമാണ് ഭൗതികവാദിയായിട്ടുള്ള മൈത്രേയൻ സാർ നടത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു വലിയൊരു പ്രശ്നം, ഇനി സന്താനമില്ലാത്ത ഒരാൾ മരിച്ചാലോ, അയാളുടെ മക്കളിലൂടെ ഇയാൾക്ക് പുനർജനിക്കണ്ടേ? അപ്പോൾ ചിലർ പുനർജനിക്കുന്നു, ചിലർ പുനർജനിക്കുന്നില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ അതൊന്നും ഒരു അസ്തിത്വ പ്രശ്നങ്ങളൊന്നുമല്ല. അതേസമയം ജനിച്ച എല്ലാവരും മരിക്കും എന്നൊക്കെയുള്ളതൊരു പ്രയോഗമാണ്. ഇസ്ലാമിൽ ഒരു സ്വതന്ത്ര ശരീരം മരിക്കും എന്നുള്ള നിലക്കാണ് പറയുന്നത്, മറ്റെനിക്കറിയില്ല. പിന്നെ ഓരോന്നിൻ്റെയും മരണം എന്ന് പറയുന്നതിന് ഓരോരോ അർത്ഥമായിരിക്കും. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന ഒരു പദമാണ്. അതിനെ വിശദീകരിക്കാൻ ഒരു ഭാഷയിലൊരു വാക്ക് വേണമല്ലോ, ആ വാക്കാണ് മരണം എന്നുള്ളത്.